بسم الله الرحمن الرحيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, വളരെ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത്. ആ ഒരു ബോധവും ഗൗരവവും നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങൾക്ക് നൽകണം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിൽ ദിക്റും ദുആയും സദഖയും അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട സമയമാണ്. ഇതൊരു അവസരമാണ്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനി ഇങ്ങനത്തെ ഒരു ദിവസം നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത ഒരു വർഷം പൂർത്തിയാകണം. അടുത്ത ഒരു വർഷത്തേക്ക് ദുൽഹജ്ജ് മാസത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ ദിക്ർ ദുആകളും സുന്നത്തുകളും നമ്മുടെ സ്വാലിഹാത്തുകളും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടൽ, അവിടെ നടക്കുന്ന ദിക്റുകളും ദുആകളും അവിടുത്തെ ഖുതുബയും അവിടുത്തെ പ്രാർത്ഥനകളുമാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ മക്കയിലേക്ക് കഅബയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഹജ്ജിൽ പോവാത്ത ആളുകൾ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പരിപെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലും പരികർമ്മത്തിന്റെ ഒരുക്കത്തിലുമൊക്കെയാണ് ഹജ്ജിൽ പോവാത്ത ആളുകൾ. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായും പഠിപ്പിച്ച ചില അധ്യാപനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്. റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് അതായിരുന്നു. പ്രവാചകന്റെ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അത് പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റ 10-ാം വർഷം അല്ലാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച ഹജ്ജാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്. ആ ഹജ്ജിലെ പ്രഭാഷണത്തെ കുറിച്ച് ഹജ്ജത്തുൽ വദാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജിലും വിടവാങ്ങൽ പ്രസംഗമെന്നുമൊക്കെ അറഫയിലെ പ്രഭാഷണത്തെ കുറിച്ച് ഹദീസുകൾ രേഖപ്പെടുത്താനും കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ, അല്ലാഹുവിന്റെ വഹയി ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി ഹജ്ജിന് പുറപ്പെടുകയാണ്. ആ സമയത്ത് സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വചനം ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളോട് ഇപ്രകാരം പറഞ്ഞു. ഈ ഹദീസ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്റെ സ്വഹാബികളിൽ പ്രമുഖനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹിജ്റ 10-ാം വർഷം ഇങ്ങനെ പറഞ്ഞു. എന്താ റസൂൽ പറഞ്ഞത്? അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ ചെയ്തതുപോലെയാണ് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത്, ഞാൻ എങ്ങനെ നിർവഹിക്കുന്നു, അതുപോലെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിർവഹിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത്.
നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. ഇബാദത്തിന് ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റും സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. അത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഖുർആനും ഹദീസും അങ്ങനെയാണ്. ദീനിലാണ് ഖുർആനും ഹദീസുമാണ്. അതിലൊന്നും കൂട്ടാനും കഴിയില്ല, ഒന്നും കുറക്കാനും കഴിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റൂലേ, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണോ ഇങ്ങനെയാണോ, അത് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂലേ, അതൊന്നും ദീനിന്റെ എങ്ങനെയാണ് അങ്ങനെ അതിന് അതൊരു മാറ്റമാണ്, അതിനൊരു മാറ്റമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം, എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിന് വിരുദ്ധമായി, അള്ളാഹുവിന്റെ കലാമിന് വിരുദ്ധമായി ഒരു അംശം പോലും മാറ്റാനോ കുറക്കാനോ നമുക്ക് സാധ്യമല്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, അതിപ്പോ എങ്ങനെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ശരിയാവുന്നൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മളെ അക്കരെ കൊണ്ട് നമ്മളെ ചിന്തിക്കും. അതൊക്കെ അവിടെ വെക്കാന്നല്ലാതെ ഖുർആനി സുന്നത്തിന്റെ മുൻപിൽ നമ്മളെ ബുദ്ധിക്ക് ഒരു സ്ഥാനമല്ല. ദീനിന്റെ വിഷയത്തിൽ ബുദ്ധിയല്ല അവിടെ പ്രമാണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എങ്ങനെ നിർവഹിച്ചു അതുപോലെ നിർവഹിക്കുന്നത് മാറ്റം വരുത്താൻ പറ്റില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കറിയില്ല ഈ വർഷത്തിന് ശേഷം ഇനി ഒരു ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. റസൂൽ പറയാം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാം, ഹജ്ജിന് പോവാണ്, പോരുന്നവർക്കൊക്കെ പോരാ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോവാൻ. നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് പോലെയാണ് എന്ന് റസൂൽ പറയാം. അടുത്ത വർഷം ഈ വർഷത്തിന് ശേഷം ഇനി എനിക്കൊരു ഹജ്ജിന് സാധ്യമാണെന്ന് എനിക്കറിയില്ല. എന്ത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഗൈബ് അറിയില്ല എന്ന് ഈ ഹദീസിൽ വന്നു. അടുത്ത വർഷം ഹജ്ജ് ചെയ്യുമോ എന്ന് പോലും റസൂലുള്ളാഹിക്ക് അറിയില്ല. അത് അള്ളാഹുവിനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുക. സ്വഹാബികളൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് സ്വഹാബികൾ തയ്യാറായി. അങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ട സ്വഹാബികളും റസൂലുള്ളാഹിയും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട് ആ ഹജ്ജിനിടയിൽ വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫയാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂല് അറഫയിൽ പ്രവേശിച്ച് മിനയിൽ പ്രവേശിച്ച് ദുൽഹജ്ജിന്റെ ദിവസങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് നമ്മൾക്ക് എല്ലാവർക്കും പരിചയം സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ഈ സൂറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചത് അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മിനയിൽ കമ്പടിച്ച സമയത്തായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന് ഈ സൂറത്തുൽ നസ്ർ അല്ലാഹുവിന്റെ റസൂലിന് അവതരിച്ചത്. ഇബ്നു ഉമർ പറയാണ്, قال انزلت هذه السوره اذا جاء نصر الله والفتح على رسول الله صلى الله عليه وسلم اوسط ايام التشريق فعرف انه الوداع. ايام التشريق അല്ലാഹുവിന്റെ റസൂല് മിനയിലായിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഈ സൂറത്ത് അവതരിച്ചപ്പോ അവർക്ക് മനസ്സിലായി, റസൂലുള്ളാഹി മനസ്സിലാക്കി, അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി, എന്നറിയോ, അന്നഹുൽ വദാ, റസൂലുള്ളാഹിന്റെ മരണം അടുത്തിട്ടുണ്ട് എന്ന്. ഈ സൂറത്ത് അതാ സൂചിപ്പിക്കുന്നത്. ഈ സൂറത്ത് റസൂലുള്ളാഹിന്റെ ഹജ്ജിന്റെ ഇടയിൽ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി മനസ്സിലാക്കിയത് എന്റെ മരണം അടുത്തു കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി മനസ്സിലാക്കിയത്. അതാണ് സൂറത്തിന്റെ ആശയം, അതാണ് സൂറത്തിന്റെ ആശയം. ഈ സൂറത്തിന്റെ ആശയം അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ മരണം അടുത്തു എന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമയെ അടുത്ത് വിളിച്ചു. മകൾ ഫാത്തിമയെ അടുത്ത് വിളിച്ചു. മരണത്തിന്റെ സൂചനയാണ് ഈ സൂറത്ത്. അപ്പൊ മോൾ അടുത്ത് വിളിച്ചിട്ട് ഈ സൂറത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണവാർത്ത എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന്. അള്ളാഹു എനിക്ക് എന്റെ മരണവാർത്ത അറിയിച്ചു തന്നു എന്ന്, എന്റെ മരണം ആസന്നമായിട്ടുണ്ട് എന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട് എന്ന് ഫാത്തിമ ബീവിയോട് അള്ളാഹുവിന്റെ റസൂൽ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഫാത്തിമാവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഞാൻ വിട പറയാനായിട്ടുണ്ട്. മോളെ അറിയിച്ചു, വേറെ ആരും റസൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അത് കേട്ടപ്പോ ഫാത്തിമ ബീവി കരഞ്ഞു. കാരണം ബാപ്പാന്റെ മരണം ഒരിക്കലും സഹിക്കാൻ ഫാത്തിമ ബീവിക്ക് സാധ്യമായിരുന്നില്ല. കാരണം അത്രക്ക് ബന്ധമാണ് വാപ്പയും മകളും. ലോകത്ത് ഒരു ഉപ്പയും മകളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഒരു ഉദാഹരണം മുഹമ്മദ് നബിയും മകൾ ഫാത്തിമ ബീവിയുമാണ്. മറ്റൊരു ഉദാഹരണം സഹോദരങ്ങളെ ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. ലോകത്ത് ഫാത്തിമ ബീവിയാകുന്ന മകളും മുഹമ്മദ് നബിയാകുന്ന ഉപ്പയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം ഒരാൾക്കും ഒരേ ബന്ധമായിരുന്നു. അത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ശരിക്കും നമ്മൾ എന്താണെങ്കിലും ഫാത്തിമ ബീവിന്റെയും നബിന്റെയും ചരിത്രം ഒന്ന് പഠിക്കണം. ബാപ്പാമകൾ ചരിത്രമല്ലോ, അതൊക്കെ മലയാളത്തിൽ ഒരുപാട് വായിക്കാറുണ്ട്. അതൊന്ന് പഠിക്കണം നമ്മൾ. ബാപ്പ എങ്ങനെയായിരുന്നു മകളോട്, മകൾ എങ്ങനെയാണ് ഫാത്തിമ ബീവി. അതുകൊണ്ടാണ് ഈ സൂറത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യം വിളിച്ചത് മോളെയാണ്. ആദ്യം വിളിച്ചത് മോളെയാണ്. മോളോട് ഈ കാര്യം പറയും. അത് മോൾക്ക് താങ്ങാൻ കഴിയില്ല. മോള് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിച്ചു കൊടുത്തു. അപ്പൊ മോള് ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ദുഃഖവാർത്തയും ഈ സന്തോഷ വാർത്തയും പ്രവാചകൻ വേറെ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഫാത്തിമ ബീവി ഒരാളോടും പങ്കുവച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി. ആയിഷ ബീവി എത്ര കാലം നടന്നറിയും. എത്ര കാലം നടന്നറിയും. ഒരു റസൂലുള്ള പറഞ്ഞ രഹസ്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടി ആയിഷ ബീവിക്കും റസൂലുള്ള പറഞ്ഞു കൊടുത്തില്ല. കുറെ കാലം ചോദിച്ചു, പറഞ്ഞു കൊടുത്തില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, പിന്നെ ഫാത്തിമ ബീവി പറഞ്ഞു കൊടുത്തില്ല. അവസാനം കുറെ വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി മരിക്കുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാന്റെ സ്ഥാനത്താണ്. ഫാത്തിമ, ഞാൻ എന്റെ ഉമ്മാന്റെ സ്ഥാനത്താണ്. ആ പറഞ്ഞത് എനിക്ക് പറഞ്ഞോ. എന്താണ് സംഗതി അറിയാതെ തരണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമ ബീവി ആ സംഗതി പറഞ്ഞു കൊടുത്തു. അത് ഞാൻ കരഞ്ഞത് ഇതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മരണത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂൽ ബാപ്പാന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് താങ്ങുകട ഞാൻ കരഞ്ഞു പോയതാണ്. ചിരിച്ചത് എന്താ ചോദിച്ചാല്, ഞാൻ കരഞ്ഞപ്പോ റസൂല് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, മോളെ നീ ക്ഷമിക്കും, നീ ക്ഷമിക്കും. നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഈ കുടുംബത്തിൽ ഞാൻ മരണപ്പെട്ടാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് ചേരുക നീയായിരിക്കും. അത് അറിഞ്ഞവർക്ക് സന്തോഷം. ഉപ്പ മരണപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം ഉപ്പാന്റെ ലോകത്തേക്ക്, ഉപ്പയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോ മരിച്ചിട്ട് വാപ്പാനത്തേക്ക് പോണ സന്തോഷം, നേരത്തെ പോകാൻ വാപ്പാനത്ത് പോണ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാണ് എന്ന് ഫാത്തിമ ബീവി അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത് ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് ഈ സൂറത്തിലുള്ള മരണത്തെ കുറിച്ചുള്ള ചിന്തയും മരണബോധവും ഒക്കെ ആ സമയത്ത് അവർക്കുണ്ട്. നമുക്കും ഈ സമയത്ത് നമ്മുടെ മരണത്തെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ബർസഖിനെ കുറിച്ചുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. ഈ നല്ല ദിവസങ്ങളിൽ മരണം വന്നാൽ എങ്ങനെയായിരിക്കും, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് എന്തുണ്ട്, എനിക്ക് ഇന്നോ നാളെയോ മരിക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഖബറിലേക്ക് എന്തുണ്ട്, എന്റെ ആഖിറത്തിലേക്ക് എന്തുണ്ട്, എനിക്ക് സ്വർഗമാകുമോ നരകമാകുമോ, ബർസഖിൽ എനിക്ക് ശിക്ഷയാണ് എന്നുള്ള ചിന്ത ഈ സമയത്ത് നമുക്ക് ഉണ്ടാവണം എന്നതാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നത്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അതാണ് ചരിത്രത്തിൽ അറഫയിലെ പ്രഖ്യാപനമായി ഹദീസുകളിലും കിതാബിലും രേഖപ്പെടുത്തിയത്. അറഫയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1400 വർഷങ്ങൾക്ക് മുൻപാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്ത് ഒരാളും പറയാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഔദാര്യമല്ല, ഒരു മനുഷ്യന് ലഭിക്കേണ്ട അവകാശമാണ്. അവന്റെ ഔദാര്യമല്ല, ഒരു മനുഷ്യന്റെ അവകാശം. ലോകത്ത് ഒരാളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു മതത്തിൽ ഇങ്ങനെ കാണാൻ കഴിയില്ല. ഒരാൾക്ക് ഇങ്ങനെ പറയാനും സാധിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രഖ്യാപനമാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരക്കണക്കിനുള്ള സ്വഹാബത്തിനെ സാക്ഷി നിർത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞ ഇസ്ലാം മറ്റവർക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ സാക്ഷിയാക്കി പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅയ്യു ശഹീദിൻ ഹാദാ ഫഅയ്യു ബലദിൻ ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്ന സ്വഹാബത്തിനോട്, ഈ നാട് ഏതാണ്, ഈ മാസം ഏതാണ്, ഈ സ്ഥലം ഏതാണ് എന്നൊക്കെ സ്വഹാബികൾ കേൾക്കുമ്പോൾ ഇതിന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. ഇതിന് ഹജ്ജ് മാസം
കഅബാലയം ഇതിന്റെയൊക്കെ മഹത്വങ്ങൾ റസൂൽ അവർ പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ദുൽഹജ്ജ് മാസത്തിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ, ഈ കഅബാലയത്തിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ റസൂൽ ഇങ്ങനെ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് റസൂൽ പറയുന്ന ഒരു മൂന്ന് പ്രഖ്യാപനമാണ്. റസൂൽ പറഞ്ഞിട്ടാണ് അയ്യുഹന്നാസ് ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ ഇലാ യൗമി തൽഖൗന. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ്. ഈ ദിവസത്തിനും ഈ നാളിലും എത്ര പവിത്രതയുണ്ട്, എത്ര മഹത്വമുണ്ട്. അതുപോലെ കഅബയെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കും, കഅബയെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കും? അത് നമ്മളുടെ കരളാണ്, നമ്മുടെ കരളിന്റെ കഷ്ണം നമ്മൾ അത്രയും മനസ്സാണ് കഅബയെ എത്ര നമ്മൾ അതിനെ പവിത്രമാക്കും. അതുപോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവൻ, ഓരോ മനുഷ്യന്റെ ജീവനും വിലയുണ്ട്. അത് മുസ്ലിമോ കാഫിറോ എന്ന് വ്യത്യാസമില്ല, മതമുള്ളവരോ മതമില്ലാത്തവരോ എന്ന വ്യത്യാസമില്ല. ഓരോ മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടതാണ്. റസൂൽ പഠിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് ഓരോ മനുഷ്യന്റെ ജീവനും വിലയുണ്ട്. അടുത്തത് നിങ്ങളുടെ സമ്പത്ത്, ഓരോ മനുഷ്യന്റെ സമ്പാദ്യവും വിലപ്പെട്ടതാണ്. ഓരോ മനുഷ്യന്റെ അഭിമാനവും വിലപ്പെട്ടതാണ്. ഏതുപോലെ? കഅബയെ പോലെ, ദുൽഹജ്ജ് മാസം പോലെ. അതിനെത്ര പവിത്രത ഒരു മുസ്ലിം കൽപ്പിക്കും. അതുപോലെ ഓരോ മനുഷ്യന്റെ ജീവനും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അന്യായമായി അനാവശ്യമായി ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു മനുഷ്യനെ അന്യായമായി ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഭീഷണി പോലും പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഒരാളെയും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, ഒരാളെയും പേടിപ്പിക്കാൻ പറ്റില്ല. കൊല പോണം. ഒരാളെ കൊന്നാലല്ല, ഒരാളെ വെറുതെ കൊന്നാലല്ല നരകം. ലോകത്ത് വേറെ ഒരാൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരാളെ വെറുതെ അനാവശ്യമായി കൊല ചെയ്ത നരകമാണ്. അതാണ് റസൂൽ പഠിപ്പിക്കാറ്. ഒരാളെ ഭീഷണിപ്പെടുത്താൻ പോലും പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും സ്വഹാബികൾ ഒരു യാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ മറ്റൊരു സ്വഹാബിയുടെ അമ്പ് അവരെടുത്ത് മാറ്റി വെച്ചു. തമാശക്ക് മാറ്റി വെച്ചതാണ്. യാത്ര പോകുമ്പോ ഒരു സ്വഹാബിയുടെ അമ്പ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇദ്ദേഹം ഉറങ്ങായിരുന്നു. ഉറക്കി എഴുന്നേറ്റപ്പോ ഇദ്ദേഹത്തിന്റെ അമ്പ് കാണാൻ, അവർക്ക് അമ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അമ്പ് കാണാൻ. അപ്പൊ ഈ സ്വഹാബി എഴുന്നേറ്റ് ആകെ ബേജാറായി. തെരഞ്ഞിട്ട് എവിടെ കാണുന്നില്ല. ഇദ്ദേഹത്തെ അപ്പൊ സ്വഹാബികൾ പലരും ഇങ്ങനെ ചിരിച്ചു. അവരെടുത്തു വെച്ചതാണ്, അവർ മാറ്റി വെച്ചതാണ്. അപ്പൊ നബി ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. ഇദ്ദേഹം ആകെ ബേജാറായി. അപ്പൊ പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ അമ്പ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാണ്. അപ്പൊ അദ്ദേഹം തെരയാണ്, അപ്പൊ അതിന്റെ ബേജാറാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ നൽകിയ മറുപടി എന്താ പറയുക? അപ്പോൾ അള്ളാഹു റസൂൽ ഈ ഹദീസ് പറയുക, അഹ്മദിരിക്കുന്ന ഹദീസാണ്. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും പറ്റൂല. ബേജാറാക്കിയതാണ്, തമാശക്ക് ബേജാറാക്കിയ റസൂൽ പറഞ്ഞു. ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ മറ്റൊരാളെ ബേജാറാക്കാനും പേടിപ്പെടുത്താനും പാടില്ല. അത് ആയുധം കാണിച്ചും പാടില്ല, കണ്ണ് കാണിച്ചും പാടില്ല, നമ്മൾ വേറെന്തെങ്കിലും സമ്പത്ത് കാണിച്ചും പാടില്ല, അധികാരം കാണിച്ചും പാടില്ല. ഒരു നിലക്കും പറ്റില്ല. ഞാൻ വലിയ കുടുംബമാണ്, ഞങ്ങളെ കുടുംബം അങ്ങനെയാണ്, എനിക്കെന്റെ കുടുംബത്തെ കുറിച്ച് അറിയില്ല എന്നൊക്കെ ചില ആൾക്കാർ ഈ ഡയലോഗ് അടിക്കും. അത് ഇസ്ലാമിൽ പറഞ്ഞ ജാഹിലിയത്താണ്. ഞങ്ങൾ ഈ നാട്ടിലെ വലിയ കുടുംബക്കാരാണ്, അതൊന്നും ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ വല്ല സംസാരിക്കുമ്പോൾ ഈ ഡയലോഗ് അതൊക്കെ ജാഹിലിയത്ത ഇസ്ലാമിലാണ്. അങ്ങനെ ഒരു ഇസ്ലാം ഒരു മുസ്ലിമിന് പാടില്ല. അത് കുടുംബം പറഞ്ഞിട്ടാണെങ്കിലും, സമ്പത്ത് പറഞ്ഞിട്ടാണെങ്കിലും, അധികാരം പറഞ്ഞിട്ടാണെങ്കിലും, അവരവന്റെ മസിൽ പവറാണെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. ഒരാളുടെ ജീവൻ അപഹരിക്കാൻ പാടില്ല, ഒരാളെ കൊല ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയാം, ഒരാള് വാളുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആയുധം കൊണ്ട് തന്റെ സഹോദരനിലേക്ക് ഞാൻ ചൂണ്ടിയാൽ, ഇന്നലെ തമാശ കത്തിയായിക്കോട്ടെ, കത്തി പിന്നെ ഈ പടാളും വാളും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ചൂണ്ട്, അങ്ങനെ ഒരാൾ ചൂണ്ടിക്കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ ശപിക്കുന്നതാണ്. ശ്രദ്ധിച്ചോ. മക്കളോട് പാടില്ല, ഭാര്യയോട് പാടില്ല, ഭർത്താവിനോട് പാടില്ല, നാട്ടുകാരോട് പാടില്ല, സുഹൃത്തുക്കളോട് പാടില്ല. ഒരാളോടും ഒരു ആയുധവും എടുത്തുകൊണ്ട് അവര് വെട്ടുന്നത് പോലെ അവരുടെ നേരെ വീശാനോ ചൂണ്ടാനോ പാടില്ല. അത് അവരവന്റെ മുറയിൽ കിട്ടാൻ മതി, അവരുടെ വീട്ടിൽ വെച്ചാൽ മതി. ആവശ്യം വരുന്ന സമയത്ത് എടുക്കാനുള്ളതാണ്, വേറെ വല്ലതിനെക്കാൻ ആവശ്യം അതിനുള്ളത്. അതിങ്ങനെ ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടി വെറുതെ തമാശ അങ്ങനെ വിഷയം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്താൽ എന്താണ്? മലക്കുകൾ അവനെ ശപിക്കും. അവൻ ആരുടെ നേർക്കാണോ ആയുധം ചൂടുക, ആയുധം അവൻ പിടിച്ച് അവൻ ഉപേക്ഷിക്കുന്നത് വരെ മലക്കുകൾ ശപിക്കുന്നതാണ്. ശ്രദ്ധിക്കണം, ഇത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇത്ര കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനുമൊക്കെ ഇത്ര പവിത്രമായ സുരക്ഷ ഇസ്ലാം നൽകുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊന്നാണ് അഭിമാനം കാത്തു സൂക്ഷിക്കണം. അഭിമാനം എല്ലാവർക്കും അഭിമാനമുള്ളവരാണ്. എത്ര ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, കാശുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, എത്ര ചെറിയ കുടുംബമാവട്ടെ, എല്ലാവരും അഭിമാനത്തിന് വിലയുണ്ട്. ഒരിക്കലും ഒരാളുടെ അഭിമാനത്തിൽ പിച്ചു ചീറ്റുന്ന, അവനെ മനസ്സിന് വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇടപാടുകൾ, സംസാരങ്ങൾ ഉണ്ടാവരുത്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാൻ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു ഒരാളുടെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. നമ്മുടെ ചില ആളുകളുടെ ഒരു സംസാരം മതി, എന്തെങ്കിലും ഒരാളെ വഷളാക്കാൻ, ഒരാളെ അഭിമാനത്തിൽ പിച്ചു ചീന്താൻ. ഒരു തെറ്റ് കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ എത്ര നല്ല നിലകൾ പറഞ്ഞത്, ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, ഒരു തെറ്റാണ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാം പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവരെ പരസ്യമായിട്ട് വിളിച്ചിട്ട് ആ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഇവനെ അറിയാത്തത് കൊണ്ട് ചെയ്തതാണ്, അറിയില്ലായ്മോളെ അങ്ങനെ പോലെ നിങ്ങൾ പറയുന്നതാണ്. എന്താ അവനെ ഒറ്റക്ക് വിളിച്ചിട്ട് ഉപദേശിക്കാൻ. എന്താ നീ ഉപദേശിക്കുകയാണെങ്കിൽ സ്വകാര്യമായിട്ട് പറഞ്ഞെടുക്കാം. ആളുകൾക്കിടയിൽ വെച്ചിട്ട് എല്ലാവരും കേൾക്കുക ഉപദേശിക്കുകയാണെങ്കിൽ അത് അവനെ വഷളാക്കലാണ്. അതുവരെ ഇസ്ലാം പഠിപ്പിച്ചു. ഒരു മര്യാദയുണ്ട് ഇസ്ലാം. അതുകൊണ്ട് അഭിമാനം പ്രത്യേകം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് ആരാവട്ടെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ച സംഗതിയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു അധ്യാപനമാണ് അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. وإن أباكم واحد لا فضل للعربي على عجمي ولا لعجمي على عربي ولا أحمر ولا أسود ولا أسود على أحمر إلا بالتقوى. ഒരാൾക്കും മറ്റൊരാൾക്കാൾ ഒരു പ്രത്യേകതയും ഇസ്ലാമിലില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരാൾക്ക് ഹജ്ജിന്റെ കർമ്മം എന്താ? ഈ ലോകത്തിന്റെ ഓരോ രാഷ്ട്രങ്ങളുടെ രാജാക്കന്മാർ മുതൽ ഈ അറവങ്കരയിലെ ഏറ്റവും സാധാരണ മനുഷ്യൻ വരെ ഒരേ വേഷം ധരിച്ച ഹജ്ജിനുണ്ടാവും. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു പ്രത്യേകത ഒരാൾക്കുമില്ല. രാജാവാണെങ്കിലും ശരി, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ശരി, രണ്ടാളും തുല്യ. ഇസ്ലാമിന്റെ കണ്ണിൽ രണ്ടാളും ഒരുപോലെ, ഒരു വ്യത്യാസമല്ല. പിന്നെ അള്ളാഹുവിന്റെ എന്താ വ്യത്യാസം? തഖ്വ അള്ളാഹു. ഒരു വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ കുടുംബത്തിന്റെ പേരിലോ ഒരു മഹിമയും ഒരു സ്ഥാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും കൽപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ജാതിയുടെ പേരില്, വർണ്ണത്തിന്റെ പേരില്, കുടുംബത്തിന്റെ പേരില് ഒക്കെ പ്രശ്നങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു റസൂൽ പറഞ്ഞു ഇസ്ലാമിൽ അതില്ല. എന്താ ഇസ്ലാമിലേക്ക് ആളുകളുടെ വരാനാണ്? ലോകത്ത് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഇസ്ലാമിന്റെ ഈ സമത്വമാണ്, ഈ സാഹോദര്യമാണ്, ഈ സുന്ദരമായ ആശയങ്ങളാണ്. ഇവിടെ ജാതിയില്ല, വർണ്ണമില്ല. അള്ളാഹു ഏകനാണ്, റബ്ബ് ഒന്നാണ്. അതിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്ക്. ഏതായി അള്ളാഹു ശ്രീരാമനെ സൃഷ്ടിച്ച, ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ച, മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച, വഹീദിനെ സൃഷ്ടിച്ച, നമ്മളെ എല്ലാവരും സൃഷ്ടിച്ച റബ്ബ്. ആർക്കും തർക്കമില്ല. ഒരു വ്യക്തിയിലേക്കാണ് ക്ഷണിക്കുന്നത്, ലോകത്തിന്റെ ഇസ്ലാമിലേക്കാണ്. അപ്പൊ ആർക്കും തർക്കമില്ല. വർഗീയതയില്ലാത്ത ഒരു വിശ്വാസം. ഇത് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാം. അറബയിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും സമന്മാരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠൻ തഖ്വയുള്ളവരാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ
ഉദ്ഭവിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ചു എന്നാണ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ പ്രധാനപ്പെട്ട ചില പലിശ പോലെയുള്ള ചില ഇടപാടുകൾ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ അന്ന് പരിപൂർണമായിട്ടില്ലാതെയാണ്. പലിശയുമായിട്ടുള്ള പരിപൂർണമായിട്ടൊക്കെ ഇങ്ങനെ കുറെ അധ്യാപനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫ്ഫാർ മുകബ്ബിറുൽ ലൈലി വൻ നഹാർ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ദുൽഹജ്ജ് മാസത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ദുൽഹജ്ജ് 9 നമ്മൾ എടുക്കുന്ന അറഫ. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇന്നത്തെ ഖുത്ബയിലും ആദ്യം ഞാൻ സൂചിപ്പിച്ചു, ഈ ദിവസങ്ങൾ പ്രത്യേകം അമലുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ദുൽഹജ്ജ് 9 അറഫ ദിവസം. അല്ലാഹുവിന്റെ റസൂൽ ആ നോമ്പിനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് 2 വർഷത്തെ പാപങ്ങൾക്ക് 2 വർഷത്തെ ചെറിയ വൻപാപങ്ങളല്ല, ചെറിയ പാപം 2 കൊല്ലം. വൻപാപങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ചൊക്കെ ഈമാൻ മനസ്സിന്റെ ഉള്ളിലുള്ളവരൊന്നും അങ്ങനെ വൻപാപം ചെയ്യുന്നു. അപ്പൊ ഈ ചെറിയ പാപങ്ങൾ 2 കൊല്ലത്തെ അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞ നോക്കാണ് അറഫാ ദിവസം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുക്കാൻ സാധിക്കും. സുന്നത്തല്ലാണ്ട് തള്ളണം. അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ആ നോമ്പ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ആ നോമ്പ് പ്രത്യേകം നമ്മൾ ശീലിക്കുക. അത് എപ്പോഴാണ് നോക്കേണ്ടത്? ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9. അപ്പൊ സംശയം ക്ലിയറാക്കി പറഞ്ഞപ്പോൾ സംശയം ഉണ്ടാവും. അത് ക്ലിയറാക്കി എന്താ ദുൽഹജ്ജ് 9 നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ എന്നാണ് ഈ നോമ്പ് എടുക്കുന്നത്? ദുൽഹജ്ജ് 9 സംശയം. അത് ദുൽഹജ്ജ് 9 എടുത്താൽ മതി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടെ നിന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു മാറ്റമില്ല. ഒരു 40-20 കൊല്ലം മുമ്പ് ഒരു ദിവസം 20 കൊല്ലം കാലാകാലം സ്ഥിരമായ നിയമം ഇസ്ലാമില്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് അന്നാണോ നോമ്പ് എടുക്കുന്നത്. നമുക്ക് ദുൽഹജ്ജ് 8-നല്ല, നമുക്ക് ദുൽഹജ്ജ് 9-നാണോ. അപ്പൊ അറഫയിൽ ഒരുമിച്ച് ആളുകളോട് സംഗമിക്കണ്ടേ? അങ്ങനെ ഒരു നിയമം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആ സംഗമം ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളുടെ സംഘമല്ല. കാരണം അറഫയിൽ എന്നാണ് ഒരുമിച്ച് ഇവിടെ അറിയണ്ടല്ലോ. അതിവിടെ അറിയണല്ലോ. ഇവിടെ അങ്ങനെ ഒരു ടെലിഫോൺ സംവിധാനമോ അങ്ങനത്തെ പിന്നെ ചാനലുകളോ അങ്ങനത്തെ ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് എന്താ അറഫാണ് ഇസ്ലാമിന്റെ നിയമം ഒന്നാണ്. അപ്പൊ ദുൽഹജ്ജ് 9 നാട്ടിൽ അന്നാണ് നോമ്പെടുക്കുന്നത്. അതാണ് ഇസ്ലാം. സൗദി അറേബ്യയിലെ മഹാന്മാരെ പണ്ഡിതന്മാരെ വരെ പറഞ്ഞറിയുന്നത്. ഷെയ്ഖ് സാലിഹ് ഉസൈമിനോട് ഈ ചോദ്യം ചോദിച്ചു, ഞങ്ങള് പിന്നെ പാകിസ്ഥാൻകാരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഓരോ നാട്ടിലും ഞങ്ങൾക്ക് ഇവിടെ ദുൽഹജ്ജ് 8 സൗദി അറേബ്യയിലെ ഹാജിമാരി അറഫയിൽ ദുൽഹജ്ജ് 9. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇരുത്തം വന്ന ലോകത്തിലെ മഹാപണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ നോക്കിയാൽ മതി. നിങ്ങളുടെ നാട്ടിൽ എന്നാണോ 9 അങ്ങെടുക്കാൻ മതി. ഒരു യുദ്ധം നടന്നു നോക്കുക, എല്ലാ കണക്ഷനും കട്ടായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്നാ നിങ്ങൾ എങ്ങനെ അറിയാം? ആർക്കും അറിയാമോ? അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഇവിടുത്തെ മാസപ്രവൃത്തി. ഇതൊക്കെ എല്ലാ നിയമവും അങ്ങനെ തന്നെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കണ്ടിന്യൂഷനുള്ള സംശയം ആവശ്യമില്ല. ആ നോമ്പ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ പരിശീലിക്കുക. മാത്രമല്ല പ്രത്യേകം സൂചിപ്പിക്കാനുള്ള ഒന്ന്, നമ്മളെ പിന്നെ ഈദ്ഗാഹ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദുൽഹജ്ജ് 10 നമ്മൾ വ്യാഴാഴ്ച നമ്മുടെ ഈദ്ഗാഹുടെ മെട്രോ ഓഡിറ്റോറിയത്തിലാണ്. 7 മണിക്കാണ് സമയം. 7 മണിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അന്ന് ഉദഹിയത്തൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ സമയം നേരത്തെ ആക്കണം. സുബഹി വളരെ നേരത്തെയാണ്. അതുകൊണ്ട് 7 മണിക്കാണ് നമ്മുടെ ഈദ്ഗാഹ് മെട്രോ നടക്കുന്നത്. എല്ലാവരും കുടുംബസമേതത്തിൽ പങ്കെടുക്കണം. ഈദ്ഗാഹിലൊക്കെ ആകുമ്പോൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മഴയാണെങ്കിൽ നമുക്ക് പ്രശ്നം അവിടെ സൗകര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വർദ്ധിപ്പിക്കുക. പെരുന്നാൾ ദിവസത്തിൽ വേണ്ട സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ കാര്യങ്ങളൊക്കെ പരിപൂർണമായി മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.